ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ടിപ്പ് ആദ്യം ഞാൻ പറഞ്ഞില്ല, വീഡിയോ എടുത്തതൊക്കെ പോയി അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് എടുത്തേക്കുന്നത് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ബാക്കിയാണല്ലോ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടത്. അപ്പോഴേ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നൊന്നും കൂടെ നമുക്ക് ആ പായ്ക്കൊക്കെ ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. എന്തൊക്കെയാണെന്നൊന്നും അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നലത്തെ ആ പായ്ക്ക് തന്നെ ഒന്നും കൂടെ നമുക്കിടാം. ഇന്നലെ ഞാൻ ഇട്ട പായ്ക്കാണ്, ഒന്നും കൂടെ നമുക്കത് ഇട്ട് കാണിക്കാം. അത്രയ്ക്ക് റിസൾട്ട് തരുന്ന ഒരു നല്ലൊരു കിടുക്കാച്ചി ഒരു പായ്ക്കാണ് കേട്ടോ. അപ്പോഴേ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല, 4 ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോഴേ അത് നമ്മുടെ വീട്ടിലുള്ളതൊക്കെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിപ്പോയി ഇന്നലെ കേട്ടോ. അതുമല്ല എനിക്കിഷ്ടമല്ല കേട്ടോ, മുറിക്കകത്ത് നിന്ന് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല. ലൈറ്റിൻ്റെ അടുത്ത് നിന്ന് എനിക്കത്ര അതിനോട് അത്ര ഇതൊന്നുമില്ല. ലൈറ്റിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഇന്നലത്തെ ആ വീഡിയോ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് നന്ദിയൊക്കെ ഉണ്ട്. നമുക്ക് സങ്കടം വരും കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് ഫുള്ളേ സങ്കടമായിരുന്നു. ഒന്നാമത്തെ കണ്ണിന് വേദനയൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞാൻ ആ വീഡിയോ ചെയ്ത്, പക്ഷേ ആദ്യത്തെ നമ്മുടെ ഇൻട്രോയും കാര്യങ്ങളും എല്ലാം പോയപ്പോൾ അതിലേറെ സങ്കടമായി. അപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടി ഇന്നും കൂടെ നമ്മൾ ആ പായ്ക്കിട്ട് കാണിക്കുകയാണ്. അത്രയ്ക്ക് കിടുക്കാച്ച ഒരു പായ്ക്കാണ് ഇത് കേട്ടോ. നമുക്ക് വേണ്ടത് കടലമാവാണ് കേട്ടോ. കടലമാവ് വേണം, നമ്മുടെ വെളിച്ചെണ്ണക്കുട്ടൻ വേണം, അലോവേര ജെല്ല് വേണം, കാപ്പിപ്പൊടി. ബ്രൂവിൻ്റെ ചെറിയ പാക്കറ്റില്ല, ഒരു പാക്കറ്റാണ് ഞാൻ ഇടുന്നത് കേട്ടോ. എപ്പോഴും നല്ല റിസൾട്ട് വരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തതാണെങ്കിൽ പോലും നമ്മളൊന്നും കാണിച്ചതൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. അത്രയ്ക്ക് നല്ല, നിങ്ങളത് ചെയ്ത് നോക്കേ, നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പായ്ക്കാണ് എങ്ങനെയാണെന്ന്. അപ്പോഴും നമുക്ക് കടലമാവ് എടുക്കാം കേട്ടോ. കടലമാവ് അതേ ഈ സ്പൂണിന് ചെറിയ സ്പൂണാണ് കേട്ടോ. 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതി. ഇനി നമുക്ക് കാപ്പിപ്പൊടിയാണ് വേണ്ടത് കേട്ടോ. ബ്രൂവിൻ്റെ ചെറിയ പാക്കറ്റിൽ 1 പാക്കറ്റ് കാപ്പിപ്പൊടി നമുക്ക് ഇടാം. നമ്മുടെ കാപ്പിപ്പൊടി കുട്ടനെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു പാക്കറ്റിൽ കേട്ടോ. ഒരു പാക്കറ്റിൽ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെല്ല കേട്ടോ വേണ്ടത്. അത് നമുക്ക് 1 സ്പൂണൊക്കെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് വെളിച്ചെണ്ണയാണ് വേണ്ടത്. പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണ എടുക്കുന്നത് കേട്ടോ. നല്ല വെളിച്ചെണ്ണ എടുക്കണം. കുറച്ച്, അതിന് അളവില്ല, നമുക്ക് അത്യാവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. ആവശ്യത്തിന് എടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല എന്താ റിസൾട്ട് വരുന്ന നല്ലൊരു പായ്ക്കാണ് കേട്ടോ. ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു പായ്ക്കാണ് കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ചിട്ടില്ല, ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം ഞാൻ. അപ്പോഴത്തേ നമ്മുടെ മിക്സിങ് ഒക്കെ കഴിഞ്ഞു. ദേ ഇങ്ങനെ കിട്ടും കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. ഫുള്ളങ്ങ് കുടിക്കാൻ തോന്നും കേട്ടോ. അത്രയ്ക്ക് നല്ല രസമാണ് കേട്ടോ. നല്ല മണം, നല്ലതാട്ടോ കേട്ടോ. ഇനി നമുക്ക് മുഖം കഴിയിട്ട് വന്നതേ. എന്നിട്ട് നമുക്ക് തേച്ച് വിടാം. അടിപൊളി. അതാ ഞാൻ ഇന്നലെ ചെയ്തിട്ട് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇതൊന്നും നമ്മൾ കാണിച്ചില്ല. അപ്പോഴേ നമുക്ക് ഇട്ട് തുടങ്ങാം കേട്ടോ. നമുക്ക് ഇട്ട് തുടങ്ങാം. നല്ല കളർ കിട്ടുന്നത് കേട്ടോ. ഞാൻ ഇന്നലെ ഞാൻ ഇട്ട എൻ്റെ മുഖം കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഒന്നും മുഖം കരിയിട്ട് വന്നതല്ലേ. അപ്പോഴത്തന്നെ നിങ്ങൾക്ക് അറിയാവില്ല അതിൻ്റെ ആ ഒരു ഇത് കേട്ടോ. നല്ല സംഭവമാണ് കേട്ടോ. ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ. കിടു റിസൾട്ട് കിട്ടുന്നത് നല്ലൊരു അടിപൊളി പായ്ക്കാണ് കേട്ടോ.
നിങ്ങളെ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. അത്രയ്ക്ക് നമുക്ക് നല്ല നല്ല ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു അടിപൊളി പായ്ക്കാണ്. നമുക്ക് ഈ വെളിയിലത്തെ വെട്ടത്തൊക്കെ ഇരുന്ന് എനിക്ക് അതാ ഇഷ്ടം കേട്ടോ. എനിക്ക് അതാ ഞാൻ കൂടുതലും ഇവിടെയൊക്കെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. എനിക്ക് മുറിയിലൊക്കെ ഇരുന്ന് ആ ലൈറ്റിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ അങ്ങ് ദേഷ്യം വരും. എനിക്ക് തന്നെ ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. എന്തിനീ ലൈറ്റിൻ്റെ ചോട്ടി ചെന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് നമുക്കുള്ള എന്താ വെട്ടം മതിയല്ലേ. എനിക്കതാണ് ഇഷ്ടം കേട്ടോ. ഞാൻ ഒരിക്കലും അങ്ങനെ പിന്നെ മഴയോ ഇടിയോ കുല്യാനോ വല്ലതും ആണെങ്കിൽ മാത്രം ലൈറ്റിൻ്റെ അടുത്ത് പോകത്തുള്ളൂ. അല്ലാത്ത സമയത്തല്ല ഒന്നീ നമ്മുടെ സിറ്റ് ഔട്ടിൽ അല്ലെങ്കിൽ അപ്പുറത്ത്. ഇഷ്ടമല്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ല. ചിലർക്ക് ലൈറ്റ് ഒരു ഫുൾ 4 വശത്തും ലൈറ്റ് വെച്ച് അവർക്കൊരു സമാധാനമുള്ള. എനിക്ക് പക്ഷേ അത് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ലൈറ്റിൻ്റെ അടുത്ത് പോകത്തേ ഇല്ല. പക്ഷെ അവർ വിചാരിക്കുമ്പോൾ നമുക്കറിയത്തില്ല സംഭവം ലൈറ്റ് ഇട്ടിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ വെട്ടമൊക്കെ ഈ നമ്മുടെ നെറ്റിമേലൊക്കെ അടിക്കുന്നത് അവർ വിചാരിക്കുന്നത് നമുക്കറിയത്തില്ല ഈ വെളുത്തു തുടുത്തു എന്നൊക്കെ അവർ പറയും. പക്ഷെ നമുക്കറിയാം ലൈറ്റിൻ്റെ വെട്ടത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നതും അല്ലാതെ ഇതിപ്പം നമ്മുടെ സൂര്യപ്രകാശത്തിരുന്നല്ലേ നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അവർ വിചാരിക്കുന്നത് എന്തോ അവർക്കറിയത്തൊന്നുമില്ല അത്രയ്ക്ക് നല്ല കളർ കിട്ടുന്ന റിസൾട്ടാന്നൊക്കെ അവർ പറയും നമ്മളെ കേട്ടോ. നമ്മളോട് പറയും. നമുക്കറിയാം സംഭവം അപ്പോഴേ നമുക്കറിയാം. അതൊക്കെ പോട്ടെ, അവർ നമ്മളെ ഓടിച്ചിട്ട് അടിക്കട്ടെ. കേട്ട് കാണത്തില്ലല്ലേ സൂപ്പ് പറഞ്ഞത്? നിങ്ങൾ മാത്രമേ കേട്ടുള്ളൂ കേട്ടോ. ആ ചെയ്തവരൊന്നും കേട്ട് കാണത്തില്ല കേട്ടോ. അപ്പോഴതേ ഇതൊരു 10 മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ. ഈ പായ്ക്കിട്ട് നമ്മളൊരു 10 മിനിറ്റ് ഇരുന്നാൽ മതി. ഇത് നമുക്ക് നല്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ല തണുപ്പ് കിട്ടും, നല്ല കൂളിങ് കിട്ടുന്നതാണെന്ന് വെച്ചാൽ അലോവേര ജെല്ലൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇടുമ്പോൾ തന്നെ നല്ല തണുപ്പാണ് എൻ്റെ മുഖത്ത് കേട്ടോ. നല്ല തണുപ്പാണ്. 1 സ്പൂണ് എല്ലാം 1 സ്പൂണ് നിങ്ങൾ ഇട്ടോളൂ കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടു. ഞാനത് അളവൊന്നും പറയുന്നില്ല. പക്ഷേ ബാക്കിയെല്ലാം നിങ്ങൾ 1 സ്പൂണ് തന്നെ ഇട്ടോളൂ കേട്ടോ. ഞാൻ അങ്ങനെയാണ് 1 സ്പൂണാണ് നമ്മളിവിടെ എടുക്കുന്നത്. ചെറിയ സ്പൂണിന് ഈ ചെറിയ സ്പൂണിന് 1 സ്പൂണാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ. 5 കൂടി പോയാലൊന്നും ഒരു കുഴപ്പമില്ല. ആരും നമ്മളെ തല്ലിക്കൊല്ലാനൊന്നും വരത്തില്ല കേട്ടോ. 5 കൂടി പോയാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് തുടച്ചിട്ടൊക്കെ നമുക്ക് വരാം കേട്ടോ. നല്ല തണുപ്പാണ് കേട്ടോ. എന്താ തണുപ്പ്. അപ്പോഴും പിന്നെ കാണാം നമുക്ക്. അപ്പോഴിതാ നമ്മൾ പായ്ക്കൊക്കെ 10 മിനിറ്റ് നമ്മളിട്ട് വെച്ചിരുന്നു. എന്നിട്ട് നമ്മൾ കഴുകി കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അടിപൊളി റിസൾട്ടാണ്. ഇന്നലെ ഒന്ന് ചെയ്തു, വീണ്ടും ഇന്ന് ചെയ്തു കേട്ടോ. അപ്പോഴും ഒരു കുഴപ്പമില്ല. നമുക്ക് എന്നും വേണമെങ്കിൽ ചെയ്യാം. അതുപോലൊരു നല്ലൊരു അടിപൊളി കിടക്കാച്ചി ഒരു പായ്ക്ക് തന്നെയാണ്. ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് എന്നും ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഒരു പായ്ക്ക് തന്നെയാണ്. നല്ല തണുപ്പാണ് നമ്മുടെ മുഖത്ത് ഇടുമ്പം കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് തുടർച്ചയായിട്ടൊക്കെ ചെയ്താൽ നല്ല കളറൊക്കെ കിട്ടും കേട്ടോ. കടലമാവിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കടലമാവിൻ്റെ കേട്ടോ. അപ്പോഴേ ഇതിപ്പം കാച്ചുകയും കുറുക്കുകയും ചൂടാക്കുകയൊന്നും വേണ്ട. കുറച്ച് കടലമാവ് എടുക്കുക, കുറച്ച് കാപ്പിപ്പൊടി എടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക, പിന്നെ കുറച്ച് അലോവേര ജെല്ല് എടുക്കുക. അപ്പോൾ സംഗതി എളുപ്പമല്ലേ. കുറുക്കുക, മുഖത്തിടുക, എന്ത് എളുപ്പം. 10 മിനിറ്റത്തെ കാര്യം. പിന്നെ തുടച്ച് മാറ്റുക. കിടു കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. കിടു റിസൾട്ടാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ചെയ്ത് നോക്കണം എല്ലാവരും. പൊട്ടൊക്കെ കേട്ടോ. പൊട്ടിങ്ങനെ മിക്കവാറും ഇങ്ങനെ ഇടുമ്പോൾ നേരെ എല്ലാവരെയും കേട്ടോ. പിന്നെ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ക്യാമറയ്ക്കകത്ത് നോക്കി ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റായി കിട്ടത്തില്ല. അപ്പോഴും നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് സുപ്പ് നാളെയും വരുന്നതാണ്. വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോഴൊത്തിരി
എല്ലാവരോടും സ്നേഹം. കുപ്പികളെ മാറ്റിയില്ല കേട്ടോ, ഇന്ന് സമയമൊന്നും കിട്ടിയില്ല. അപ്പോഴെല്ലാവർക്കും എൻ്റെ കുപ്പികളെയൊക്കെ ഇഷ്ടമാണെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഒത്തിരി കുപ്പികളെ ഉണ്ട് കേട്ടോ. സ്വർണ്ണം നമുക്ക് വാങ്ങിച്ചു കൂട്ടാൻ കാശില്ലല്ലോ, അതുകൊണ്ട് ഞാനിപ്പം കുപ്പിവളയിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതന്നെ ചിലർ എന്നിട്ട് ചോദിക്കും കുപ്പിവള പൊട്ടാറില്ല. ഞാൻ എപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, എപ്പോഴും. ഈ ഏരിയയിൽ ഞാൻ മാത്രമേ ഉള്ളൂ കുപ്പിവള ഇടുന്നതായിട്ട് തോന്നുന്നു കേട്ടോ. ഇവിടെ വരുന്നവരൊക്കെ ചെയ്യൂ ഇങ്ങനെ അത്ഭുതത്തോടെ അവർ നോക്കും, അയ്യോ ചേച്ചി നല്ല രസമുണ്ട് ചേച്ചി, എപ്പോഴും ഇട്ടേക്കുവാണോ, പൊട്ടിപ്പോകത്തില്ല. ഞാൻ പറയും എൻ്റെ വീട്ടിലെ ജോലിയല്ല ഞാൻ ഈ കൈ കൊണ്ടാണ് ചെയ്യുന്നത്, എപ്പോഴും എൻ്റെ കയ്യിൽ എൻ്റെ കുപ്പിവളയുണ്ട് കേട്ടോ. ചിലർക്കൊരു അത്ഭുതമാണിത് ഇങ്ങനെ ഇട്ടേക്കുന്നത് കൊണ്ടേ പൊട്ടിപ്പോകത്തില്ലേ എന്നൊക്കെ. ഞാൻ എപ്പോഴും ഇട്ടേക്കട്ടോ, ഒരു വയ്ക്കത്തില്ല. പിന്നെ കളറ് മാറ്റി മാറ്റി നമ്മൾ ഇടും. ഇന്നിപ്പം കളറൊന്നും മാറ്റിയില്ല, ഇന്നലത്തെ നമ്മുടെ എന്താ കുപ്പികള തന്നെയാണ്. നെയിൽ പോളിഷ് വേറെ അടിച്ചു കേട്ടോ, നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തിയത് കേട്ടോ. നല്ല കിടു ക്യൂടെക്സ് ആയിരുന്നു. കുറച്ചൊക്കെ തീർന്നു, കുറച്ചൊക്കെ 2 കയ്യിലും അടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേ നെയിൽ പോളിഷ് മാറ്റിയെന്നേ ഉള്ളൂ. മറ്റേ റെഡ് കളറായിരുന്നു മിക്കവാറും ഞാൻ അടിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ മോളുമോ നഖമൊക്കെ കാലിൻ്റെ നഖമൊക്കെ സെറ്റാക്കി തന്നു. ഞാൻ ഇന്നാളെ പറഞ്ഞില്ലേ, നഖവും കാലും ഒക്കെ നമ്മൾ വൃത്തിയാക്കി വെക്കണം. അപ്പോഴും തുണി കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ കാലൊക്കെ ശരിയാക്കി വെച്ചു കേട്ടോ. നഖമൊക്കെ വീട്ടി പുതിയ നെയിൽ പോളിഷും ഒക്കെ ഇട്ടു. അപ്പോഴങ്ങനെ എൻ്റെ കയ്യിലേ മാറ്റി ഞാൻ ഇന്ന് കേട്ടോ. അപ്പോഴും നമുക്കേ സമയം പറഞ്ഞിരുന്നാൽ മതിയോ. നാളെ നല്ല വിശേഷങ്ങൾ ടിപ്പുകളുമായിട്ട് സുപ്പ് നാളെയും വരുന്നതാണ്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കേട്ടോ. അപ്പോഴും അങ്ങോട്ടേക്കും വരുന്നുണ്ട്. സുപ്പിന് കൂട്ടുകൂടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൂട്ടുണ്ടോ ഇപ്പം ഇതാണ് നമുക്ക് ജോലി. കൂട്ടുണ്ടോ, കൂട്ടുകൂടാവോ, സപ്പോർട്ട് ചെയ്യാവോ, ഇതൊക്കെയാണ് നമ്മുടെ പരിപാടിയല്ലേ. എല്ലാവരോടും കൂട്ടുകൂടാൻ കേട്ടോ. എനിക്കങ്ങനെ ഗമിയൊന്നുമില്ല കേട്ടോ, ഞാൻ അങ്ങോട്ട് വന്ന് കൂട്ടായിക്കോളാം. അപ്പോഴെല്ലാവർക്കും